കുട്ടി എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ ഇല്ല. ആക്ച്വലി കുട്ടിയായിട്ട് നമ്മുടെ കൗൺസിലിംഗ് നടത്തി സംസാരിക്കാൻ സമയം കിട്ടുന്നില്ല. അത്രയും ഒരു സ്റ്റേറ്റിലെ ഇല്ലായിരുന്നു. പേരൻസ് സംസാരിച്ചതാണല്ലോ. പേരൻസ് സംസാരിക്കുമ്പോൾ എന്താ സംസാരിച്ചു. പക്ഷേ കാരണം ഇയാൾ പറയുന്ന സ്റ്റോറി പ്രകാരം കുട്ടി വാസ് സ്ലീപ്പിംഗ്. എവറിബഡി സ്ലീപ്പിംഗ്. കുട്ടി സ്ലീപ്പിംഗ്. ഷീ ഈസ് ലിഫ്റ്റഡ്. വൈൽ ഷീ ഈസ് സ്ലീപ്പിംഗ് ഷീ സ്റ്റാർട്ടഡ് ക്രൈങ്. സോ അതാണ് നമുക്ക് ലോജിക്കലായിട്ട് തോന്നുന്നത് തന്നെ. She might not have realized. Only when she got up in the morning or in the night, she must have realized she is somewhere else. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവും. രാവിലെ നമ്മൾ ഈ കുട്ടിയെ കണ്ട സ്ഥലം നമ്മൾ നോക്കിയ സ്ഥലമായിരുന്നു. അപ്പോൾ അവിടെ കണ്ടില്ലായിരുന്നു എന്നുള്ളത്. രാവിലെ ഈ കുട്ടിയെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയ കാട് പറഞ്ഞ സ്ഥലം നമ്മൾ രാവിലെ പരിശോധിച്ചപ്പോൾ ആ സ്ഥലം വഴി നോക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പോകണം, വേടായിട്ട് പോകണം. അല്ല, നമ്മൾ അന്ന് പോലീസ് തിരയുന്ന സമയത്ത് പോലീസ് ആദ്യം നമ്മുടെ രാത്രി തന്നെ ഒരു ഫസ്റ്റ് സെർച്ച് നടത്തി. 1 o'clock തന്നെ അവിടെ എങ്കിലും നടന്നിട്ട് പോയിട്ടുണ്ടാവും, ആരെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടാവും. രാത്രി 1 o'clock തന്നെ അവിടെ ഒരു സെർച്ച് നടന്നു. പിന്നെ രാവിലെ ഒരു സെർച്ച് നടന്നു. രാവിലെ എല്ലാ ഡയറക്ഷൻസും പോയി. റോഡിലോട്ട് പോയി. റോഡിലെ ബസ്സസ് നോക്കുന്നുണ്ടായിരുന്നു, റോഡിലുള്ള വണ്ടി മൂവ്മെന്റ്സ് നോക്കുന്നുണ്ടായിരുന്നു, റെയിൽവേ ട്രാക്കിലെ അപ്പുറം നോക്കുന്നുണ്ടായിരുന്നു. സോ ഇറ്റ് വാസ് എ 360 degree സെർച്ച്. സോ ഇറ്റ് വാസ് നോട്ട്, നമുക്ക് ഒരു ഡയറക്ഷൻ നമുക്ക് പറയാൻ പറ്റത്തില്ല. സോ ലക്കിലി നമുക്ക് സെക്കൻഡ് സെർച്ചിൽ കിട്ടി. ഫസ്റ്റ് സെർച്ചിൽ ആ ഭാഗം ഉൾപ്പെട്ടിരുന്നോ എന്നാണ് ചോദിക്കുന്നത്. രാത്രി അവിടെ കൊണ്ട് തന്നെ ഇട്ടിട്ടുണ്ടെങ്കിൽ രാവിലെ അവിടെ കാണേണ്ടതല്ലേ? ഫസ്റ്റ് സെർച്ചിലെ ആ ഭാഗത്ത് കിട്ടുമെങ്കിൽ കിട്ടേ അവിടെ നടത്തി. അപ്പം രാത്രി കൊണ്ടിട്ടതല്ല എന്നല്ലേ? വി കനോട്ട് ഒരു 100% എന്താ ജോലി ചെയ്താലും 100% നമ്മുടെ റിസൾട്ട് കറക്റ്റ് കിട്ടുമെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ. മേ ബി വി മിസ്ഡ് ഔട്ട്. മേ ബി വി ഫോക്കസ്ഡ് ടു മച്ച് ഓൺ ദ ബുഷറി ഓൺ ദ അതർ സൈഡ്. അറിയത്തില്ല. കാരണം ഇതൊരു ഓട് പോലത്തെ സ്ഥലമായിരുന്നു. അത് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണ് രാവിലത്തെ സെർച്ചില് അല്ലെങ്കിൽ രാത്രി സെർച്ചിൽ എന്ത് കിട്ടാത്തത്. നമുക്ക് മനസ്സിലാവുമായിരിക്കും, ഇൻവെസ്റ്റിഗേഷൻ മനസ്സിലായിരിക്കും. ഒരു തവണ മാത്രമേ ഈ 2022 കേസിൽ മാത്രമേ ജയിലിൽ കിടന്നുള്ളൂ. അതിന് മുമ്പും ജയിലിലായിട്ടുണ്ട്. നേരത്തെ ജയിലിലുണ്ടായിരുന്നു. 3.5 വർഷം ജയിലിലുണ്ടായിരുന്നു. പല സ്റ്റെഫ്റ്റ് കേസസിലെ കണ്ടു. ജനുവരി 22 ഇറങ്ങി എന്ന് പറയുന്നത് ഈ പോക്സോ കേസിലാണ്. ജനുവരി 20 ഈ അയ്യൂരിലുള്ള 2022 പോക്സോ കേസിൽ റിലീസാണ്. അത് മാർച്ച് മാസം സംഭവിച്ചതാണ്. ആധാർ കാർഡ് ഉണ്ടല്ലോ, ആധാർ കാർഡ് ഉണ്ട്. അതിൽ അഡ്രസ് എന്തോ അതാണ് ഈ അയ്യൂർ അഡ്രസ്. ഇപ്പൊ ജയിലിൽ ഇറങ്ങിയിട്ട് എത്ര നാളായി കാണും? ജയിലിൽ ഇറങ്ങിയിട്ട് ഇപ്പൊ എത്ര നാളായി കാണും? ഈ ജനുവരി 12 എന്ന് പറയുമ്പോൾ 2024 ജനുവരി 12. ഈ ഇയാളുടെ കോണ്ടാക്ട്, ഫോൺ കോണ്ടാക്ട് ലിസ്റ്റ് ഉണ്ടാവുമല്ലോ, ഫോണിൽ നമ്പർ അതൊക്കെ ഇതിന്റെ ഭാഗമാണ്. അല്ല, എന്തെങ്കിലും ആന്റി സോഷ്യൽ അതുപോലുള്ള ആൾക്കാരുമായിട്ട് ഇനി കുഞ്ഞിനെ എടുത്ത് വിൽക്കുന്ന, മറ്റ് ഭിക്ഷാടന സംഘത്തിന് വിൽക്കുന്ന അങ്ങനെ എന്തെങ്കിലും? അങ്ങനെ ഇതുവരെ അങ്ങനത്തെ സംഭവമാണ്. ഇയാളെ ഓടെ സഹോദരനെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇയാളൊരു സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള കുട്ടികളെ ആകർഷിച്ച് ഏതെങ്കിലും ഒരു വിധത്തിൽ ഇങ്ങനെ ചെയ്യാനുള്ള സാധ്യത ഉള്ള ബോർഡേഴ്സ് ഉള്ള ആളാണ്. ഒരു കേസ് ഇല്ലാത്ത സംഭവം അങ്ങനെയായിരുന്നു. അതും ഒരു നാടോടി ഫാമിലി ആയിരുന്നു എന്ന് പറയുന്നു. അത് എത്ര വയസ്സുള്ള കുട്ടിയായിരുന്നു? അത് ഏകദേശം അറൌണ്ട് 10 എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. പക്ഷേ ഇപ്പൊ പോക്സോ കേസിൽ ജയിലിലായ കേസിൽ എത്ര വയസ്സുള്ള കുട്ടിയായിരുന്നു ഉപദ്രവിച്ചത്? അത് 10-11 വയസ്സ് പെൺകുട്ടിയായിരുന്നു. അതെവിടെ ആ കേസ്? ഈ നാടോടി കുട്ടിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്നത് പുള്ളി ഇപ്പോൾ സമ്മതിച്ചാണ് ചോദ്യം ചെയ്യുന്നത്. ഇയാള് പറയുമ്പോൾ നമ്മുടെ ഇന്ററോഗേഷനിലേക്ക് ഇയാൾ പറയുന്ന കാര്യങ്ങളാണ്. പക്ഷേ അയാൾ ഒരുപാട് പറയുന്നുണ്ട്. അതൊക്കെ നമ്മൾ വെരിഫൈ ചെയ്യണം. പഴനിയൊക്കെ പോയി പറയും ഈ സംഭവം കഴിഞ്ഞ് മുട്ടടിച്ചു എന്ന് പറയും. അപ്പോൾ അതൊക്കെ നമ്മൾ വെരിഫൈ ചെയ്യണം. അത് ഇല്ല, അങ്ങനെ ഒന്നുമില്ല. ഈസ് എ നോർമൽ പേഴ്സൺ ആൻഡ് വി ഹാവ് നോ സച്ച് എവിഡൻസ്. ഈ പറയുന്ന ടൈമിങ്ങും ഈ ക്രിമിനൽ മെന്റാലിറ്റിയോടെ പറയാം, പക്ഷേ മാനസിക പ്രശ്നം പറയാം. ഈ പറയുന്ന ടൈമിങ്ങും ലിഫ്റ്റ് കൊടുത്ത സമയത്ത് കൊളാബറേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നാണ് സംഭവം ശ്രദ്ധയ്ക്ക് വന്നാണ്. ഇൻകമിംഗ് ടൈം, ഔട്ട് ഗോയിങ് ടൈം ആൻഡ് റൂട്ട്, ഇൻകമിംഗ് ടൈം ആൻഡ് റൂട്ട്, ഔട്ട് ഗോയിങ് ടൈം ആൻഡ് റൂട്ട്, ഹിസ് പ്രസൻസ് ഇൻ ദ പ്ലേസ്, CCTVs, ലിഫ്റ്റ്, ഒരുപാട് അങ്ങനെ കൊളാബറേഷൻസ്. അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും പോയി ലിഫ്റ്റ് ചോദിച്ചിട്ടുണ്ട്. രണ്ട് ഭാഗം ടുവേർഡ് ജേർണി, റിട്ടേൺ ജേർണി, അപ്പോഴൊക്കെ ലിഫ്റ്റ് ചോദിച്ചിട്ടുണ്ട്.
അതല്ല പോകുമ്പോൾ മാത്രമാണ് ലിഫ്റ്റ് ചോദിച്ചത്. ആ ലിഫ്റ്റ് കിട്ടിയിരുന്നു. പക്ഷേ വളരെ ക്ലിയർ ആയിട്ടുള്ള CCTVs ആണ് നമ്മുടെ കയ്യിലേക്ക് കിട്ടിയ CCTVs. ദാറ്റ് ഹി റീച്ച് ദ സ്പോട്ട്. ബ്രഹ്മോസ് CCTV വരെ ഇയാൾ കിട്ടിയിട്ടുണ്ട്. ഇയാൾ എത്തുന്ന സമയം 10:30 10:50 ഇടയ്ക്ക് വന്ന ബ്രഹ്മോസ് CCTV. സാറേ, അന്വേഷണത്തിന്റെ ഏത് ഘട്ടത്തിലാണ് ഇയാളുടെ ഒരു മൂവ്മെന്റ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തത്? തുടക്കം മുതലുണ്ടോ അതോ? തുടക്കം മുതൽ പറഞ്ഞ ഇറ്റ് വാസ്, കാരണം ഇത് പല CCTVs നോക്കുമ്പോൾ പല ആളുകൾ നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ ഒരു ബൈക്കിന്റെ പുറകിലൂടെ ആയിരുന്നു, ഒരു ബൈക്കിൽ ഒരു പൊതി പോലെ പോകുന്ന ഒരു ബൈക്കായിരുന്നു, അതിന്റെ പുറകിലായിരുന്നു. പിന്നെ 4 വീലേഴ്സ് നോക്കിയായിരുന്നു. സോ വി വർ നോട്ട് ഷുവർ, ഇറ്റ് കുഡ് ബി എനിത്തിങ്.